ഹലോ, ഇത് കുറെ നാളായല്ലോ ഇതിന്റെ ചോട്ടി വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് പണി തീർക്കണ്ടേ? ഇത് തീരണ്ടേ? ഇത് ഒരച്ചോണ്ടിരിക്കാൻ എളുപ്പം ഉണ്ടാക്കണമേ. അത് നിങ്ങൾക്ക് പറയാൻ എളുപ്പം. ഇനി എന്തൊക്കെ പണി തീരാനുണ്ട്. അവിടെ ചേച്ചി വരുന്നുണ്ട്. ദേ പടപടേന്ന് ചേച്ചി പടന്ന് ചേച്ചി. അയ്യോ പാട്ടുപാടിയല്ലായിരുന്നോ? ഞാൻ പാട്ട് പാടിയൊന്നുമല്ല. ഇതെന്താ മേശരി, ഇന്ന് പാല് കാച്ചേണ്ട വീടാണോ ഇത്? 3 വർഷമായി നിങ്ങൾ പണി തുടങ്ങിയിട്ട്. നിങ്ങൾ പറയുന്ന കാശ് എണ്ണ ഞാൻ തരുന്നുണ്ടല്ലോ. ചേട്ടയില്ലേ എയർപോർട്ടിൽ വന്നിരിക്കുന്നു. ഇപ്പൊ അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. ഞാൻ അങ്ങനെയോട് എന്തോ മറുപടി പറയും. ചേച്ചി ഒന്ന് സമാധാനപ്പെടാ. ആ മരപ്പണിക്കാരൻ ഇങ്ങോട്ട് വരുന്നു, ആ ജനലെ 2 കമ്പി ഇടുന്നു, പണി തീർന്നു. എന്റെ ദൈവമേ, ആശാരി ഇതുവരെ വന്നില്ലേ? ആ പുള്ളി എന്തിനാ ഈ പുള്ളി എവിടെ പോയി കിടക്കും? വന്നില്ലേ? ഈ നായിന്റെ മോനെ എവിടെ പോയി കിടക്കുവാണ്? ഒരു വീട്ടിൽ ചെന്നാലും സമാധാനമില്ല. കഴിഞ്ഞോടാവുകയെന്ന് എടോ, തനിക്കൊരു ശകലം ബോധമുണ്ടോ? താൻ ഏത് സൈറ്റിൽ വന്നാലും താമസിച്ചല്ല, താൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഈ പണി തീർത്ത് കൊടുക്കണം. 11 മണിയാകുമ്പോ പണി തീർക്കാണോ? അടിമേടിച്ച് നമ്മള് കൂട്ടും കേട്ടോ. ഓരോ പണിയും തീർക്കണ്ട, പെട്ടെന്ന് തീർക്കാന്നു. ഇയാളല്ലോ ശബരിമലയ്ക്ക് പോണു. ഇയാൾ എന്തോ കാണിക്കുന്നത്? തുടങ്ങാം. ജനലിന്റെ 2 കമ്പി ഇട്ട് 11 മണി അന്നേരത്ത് തീർക്കണോ? തീർക്കാം. കറക്റ്റായിട്ട് വരയ്ക്ക. എന്റെ ആർട്ടിസ്റ്റ് തെറ്റിക്കണ്ണ, ആർട്ടാണ് വഴി അറിയാം. ആരായിരുന്നു മനസ്സിലായില്ലോ? എവിടത്താ? ഞാൻ അമ്മാവനാ. ആ ചേച്ചിയെ അമ്മാവൻ വന്നിട്ടുണ്ട് കേട്ടോ. പഴയ വഴി വല്ലല്ല, വഴിയൊക്കെ മാറിപ്പോയിട്ടോ. അമ്മാവ എത്തിയാ? നീ നല്ല ആള് തന്നെ കേട്ടോടി. നിങ്ങൾക്ക് വലിയ പണക്കാരായി, വലിയ ഹെൽപ്പുകാരായി. ഒരു വാക്ക് നീ എന്റെ അടുത്ത് നീ പറഞ്ഞില്ലല്ലേ മോളെ? ഇവിടെ ഇന്ന് പുരവാസ്തു നടക്കണമെന്നുള്ളവരെ ഒരു വാക്ക് നീ എന്റെ അടുത്ത് നീ പറഞ്ഞില്ലല്ലോ. ഇന്നലെ വീഴ്ച ഞാൻ ആരുടെ? ഇന്നലെയാണ് എന്നെ വിളിക്കാനുള്ള. നിന്റെ ഭർത്താവ് ഇപ്പൊ ഗൾഫിൽ പോയി വലിയ കാശുകാരനായല്ലേ? എങ്ങനെയാ ഗൾഫിൽ പോയത്? ഫ്ലൈറ്റില്. ഈ പെരേടത്തിൽ നിന്ന് പൂച്ചടി പറിച്ചു കൊടുത്തിട്ടല്ലേ നിന്റെ ഭർത്താവ് ഫ്ലൈറ്റിൽ കയറി പോയത്? എന്റെ പെരേടം പണയം വെച്ച പൈസക്കല്ലേ കയറി പോയത്? അമ്മാവ ചേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അമ്മാവന്റെ കാശും കടവും എല്ലാം തീർത്തോളാം. ശരിയല്ല മക്കളെ, ഞാൻ ഈ വയ്യാത്ത കണ്ണും കൊണ്ട് ഞാൻ ഓടിപ്പടച്ച് ഇവിടെ വന്നമ്മാവ പെണങ്ങല്ലേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. നിന്റെ കാര്യം നോക്കിപ്പോ ഞാൻ വന്ന് കണ്ട് എന്റെ ചെറുക്കന്റെ വീട് കണ്ട് ഞാൻ പോണു. ഇനി ഞാൻ നിക്കണില്ല. ഇനി വന്നേ അങ്ങ് പറയുമ്പോ അങ്ങ് പിണക്ക മാറ്റാനങ്ങ്. എന്താ നമ്മുടെ വീട്ടിൽ വരാൻ നേരത്തെ ഇച്ചിരി വെള്ളം കഴിച്ചാ ചക്ക അങ്ങ് പോ. അല്ലേ പോ. അതോട്ട് നമ്മള് സുധാറിന്റെ മോനാടാ എപ്പോഴും വന്നു നീ. മക്കളെ, എന്റെ ചെറുക്കൻ അവൾ ഊപ്പാട് വരുത്തിക്കൊണ്ടിരിക്കണം. അവ അവിടെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അയക്കും. എവള് ഒറ്റയടിക്ക് അത് മൊത്തം തീർത്തോണ്ടിരിക്കുകയാണ്. എവള് എന്ന് നമ്മളെ കുടുംബത്ത് വന്ന് കയറിയ അന്ന് തൊലഞ്ഞ് നമ്മളെ കുടുംബവും പോയി, എല്ലാം തകർന്ന് തരിപ്പണ അടച്ചേർക്ക. അമ്മാവ ഈ ചായ കുടിക്ക്. എന്നെ പറ്റി കുറ്റം പറഞ്ഞ് നാക്ക് വല്ലാണ്ട് വരണ്ട് കാണും. അണ്ണാക്കിലോട്ട് ഒഴിച്ചിട്ട് ബാക്കി പറ. എന്റെ മോളുള്ളോണ്ടാണ് എന്റെ കാര്യങ്ങൾ നടന്നു പോണ. എടാ കൊച്ചേർക്ക ആരാ ഇവിടെ കൊണ്ടുവച്ചത്? മാറ്റി തിരിച്ചു നോക്കിട്ടാ പടപടേന്ന് പണി തീർക്ക്. 11 മണി 11 മണിയായാ ഇതങ്ങോട്ട് എല്ലാരും ഉണ്ടല്ലോ. ഇതെന്താ? ഇത് പാല്. അതെന്താ? ഞാൻ അറബിയുടെ ഒട്ടകത്തിന്റെ പാലാ ഇത്. ഇത് വീടിന്റെ പാല് കാച്ചാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെയാണെന്നെ ഉത്തരവൊന്ന് കയറ്റിക്കെട്ടേണ്ട വരും. ഇട ഒട്ടകത്തിന്റെ പാലല്ല തിളപ്പിക്കുന്ന, കാച്ചി കഴിയാന്ന് ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. സത്യത്തിൽ ഇവരുടെ കോൺട്രാക്ടർ ഞാനാണേ. വളരെ വളരെ സന്തോഷം. കാരണം 40 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ട വീടാണ്. എനിക്ക് 28 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ ഈ വർക്ക് തീർത്തത്. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഈ പണി തരുന്നവർക്ക് നമ്മൾ പണി കൊടുക്കുകയല്ല. അതാണ് നമ്മൾ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ ചെയ്തു കൊടുക്കും. വത്സലയെ ഞാൻ കണ്ടില്ല ഇതുവരെ. വത്സലേ, വത്സലേ. അപ്പുറത്ത് കൊണ്ട് വെക്കണം. ഇവിടെ കിടന്നോണ്ട് താഴെ തള്ളിയിട്ട് തന്നെ കാര്യം ഇരിക്കുന്നത്. താഴെ അടച്ചല്ലോ ഞാൻ. ഈ താഴെ ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ ഈ സാധനത്തിന് കറക്റ്റ് ആട്ടോ അതിന്റെ അടിക്കൊന്നും കയറാൻ. നിങ്ങൾ എന്താ പറയുന്നത്? മേളിലല്ലടാ, ഇത് ഇങ്ങനെ മേളിൽ വെക്കണം. എന്നിട്ട് പിന്നെ താഴെ വെച്ചാൽ മതി. സൺഷൈഡിൽ ഞാൻ അടിച്ചതല്ലേ ഒന്നത്. അതെന്ത് പറഞ്ഞിട്ട് കാര്യമാണ്? കള കൊടുത്ത് എനിക്കറിയാൻ പാടില്ലേ? താഴെ മൊത്തം ഞാൻ അത് മറച്ചിട്ടിരിക്കുക. പിന്നെ എന്താണ്? അത് അവിടുത്തെ അല്ല, അത് മേളത്തെ. ഞാൻ പറഞ്ഞുതരാം, നീ വിളിക്കാം. നിങ്ങൾ ഇത് ആരോട് ചോദിച്ചിട്ട്? അണ്ണാ, ഇത് ഞാൻ എവിടെ കൊണ്ട് വെക്കാനാണ്? നീ ഒരു കാര്യം ചെയ്യും. വളവാണ് ഇത്, വളവാണ്. ഇത് നേരെ ആക്കണം. താഴെ ഞാൻ മറച്ചു വെച്ചേക്കുവാ. അല്ല, അങ്ങനെ പറ്റില്ല. 2 ഇഞ്ച് കുറവല്ലേ?
പാല് കാച്ചിൽ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം. പാല് കൊണ്ടുപോകും. ഇതുകൊണ്ട് കൊണ്ടുപോകും. ഒരു രീതിയിലും സ്വസ്ഥ. അപ്പൊ അതിന്റെ പണി കഴിഞ്ഞ അകത്തെ കട്ടലിന്റെ കേട്ടോ സാറേ, ഒന്ന് അടിച്ചേക്കണേ സാറേ. അറബി പോലീസിനെ എന്നെ ഉപദ്രവിക്കില്ല. അറബി പോലീസിനെ അറസ്റ്റ് ചെയ്യില്ല പ്ലീസ്. അറബി പോലീസ് ഞാൻ കാണിക്കുന്നേ. ഞാൻ കുറച്ചുപേര് അറബിയിൽ അവിടെയാണ് നിർത്തി. ഒന്ന് മാറണേ, ഒന്ന് മാറണേ. കഞ്ഞി വന്ന് പാത്രം എടുത്തേ. അയ്യോ, ഇത് കഞ്ഞിയല്ല. 7 നദിയിലെ ജലം കൊണ്ടുവന്ന് ഇതിൽ ഒഴിച്ചിട്ട് ഇവിടുത്തെ വീടിന്റെ ദോഷം എല്ലാം ആവാഹിച്ച് ഇതിൽ വെച്ചിരിക്കുന്ന കലശം. ആ കലശം. പൂജാരി വന്നിട്ട് വേണം ഇത് കുടിച്ചിടണോ അതോ നദിയിൽ ഒഴുക്കണോന്ന് തീരുമാനിക്കാൻ. അവിവാഹമായിട്ട് തോന്നില്ല. കാരണം ഞാൻ ഈ പെര പണിയുന്ന പെരയുടെ വാസ്തു എനിക്ക് കറക്റ്റ് അറിയാം. അതെന്നു വെച്ച് കഴിഞ്ഞാൽ 4, 3, 8, 15, 3, 6 കന്നിമൂലയ്ക്ക് നേരെ ഇത് സാധനം അവിടെ കൊണ്ടുവെക്കാം. അട്ടിച്ച് ചെവിക്കല്ലേ പൊട്ടിക്കളെ കേട്ടോ. എന്നാ തൊട്ടാലും അതെല്ലാം നശിപ്പിക്കാനല്ല. നിനക്ക് എന്തെങ്കിലും അറിയോ? സത്യം പറഞ്ഞത് നിന്നെ തള്ള വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം തന്നെ ഞാൻ ഈ പണിക്ക് വിളിച്ചോണ്ട് പോകുന്നത്. എല്ലാം നശിപ്പിക്കാനല്ലാതെ ഒരു സാധനം അറിയത്തില്ല. പണി അറിയാമെങ്കിൽ പണിക്കിറങ്ങാം. അല്ല മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി വരുവല്ല ചെയ്യേണ്ടത്. എന്നാലും പറയുന്നത് പണിക്കാരോടൊക്കെ ഇങ്ങനെയാണോ കൂളായിട്ട് അല്ലല്ലോ കാണിക്കുന്നോ? മോശം. എവിടെ ചെന്നാലും ഇത് തന്നെ. എവിടെ ചെന്നാൽ നാട്ടുകാരുടെ മുമ്പ് വെച്ച് നാണം കെടുത്താൽ. ഞാൻ 5 വർഷം രവിവർമ്മ പഠിച്ച 5 വർഷം. അതിങ്ങനൊന്നും അല്ല. എല്ലാവരുടെ മുമ്പ് വെച്ച് നാണം കെടുത്തരുത് കേട്ടോ, ദൈവത്തെ. അറിയാതെ എന്റെ വായി നടങ്ങ് വന്ന് നീ ഇറങ്ങ് കളാ പോ. അതെന്നാ പരിപാടിയാ കാണിച്ചേ? ഞാൻ പറഞ്ഞു പൂജാരി വരുമ്പോ ഇനി എന്ത് പറയാ ടീച്ചറാ? മകളാക്കണം. ഇപ്പൊ വരുമെന്നാ പറഞ്ഞ. അയ്യോ പൂജാരി വരുന്നു. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയാണ്. പൂക്കളൊക്കെ റെഡിയാണല്ലോ. എന്താ താമസിച്ചേ? എനിക്കൊരു കല്ലിടിയിലുണ്ടായിരുന്നു. ആരുടെ കഞ്ഞിയില്? കഞ്ഞിയിൽ പാറ്റയല്ലേ ഇടുന്നേ, കല്ലല്ലോ. ഓഹോ, മാറ്റി പിടിച്ചല്ലേ. പൂജാ കാര്യങ്ങളെല്ലാം റെഡിയാണല്ലോ അല്ലേ? ഒന്ന് ഒതുങ്ങി നിൽക്കണേ എല്ലാരും. പിന്നെ എല്ലാരും ചെവി കൊത്തിക്കുന്നേ. ഒരു അമിട്ട് മേലോട്ട് പോയിട്ടുണ്ട്. അമിട്ടല്ലത്, ഇത് പൂജ തുടങ്ങിയതാ. കടു വറക്കണം. എന്താ നിങ്ങൾ എന്താ ചെയ്യുന്നത് മനസ്സിലാവുന്നത്? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതങ്ങനെ പുറത്ത് കേട്ട് പറയാൻ പറ്റിയ മന്ത്രം അല്ലത്. ഇങ്ങനെ നിങ്ങൾ പറയാതിരുന്നാലേ എന്റെ ചെറുക്കന്റെ വീടാണ് പാല് കാച്ചാൻ പോണത്. അതിന് വല്ല കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാനം പറയോ? അയ്യോ, അങ്ങനെ കുഴപ്പം പറ്റുമോ? എല്ലാരും പറയുന്നതല്ലേ അത്. കേക്കട്ട് പിന്നെ ചവിട്ടി എന്താടാ നീ കുണുണ കിടുക്കിടാക്കണം? പറ, നേരെ പറ, നേരെ പറയണം അങ്ങോട്ട്. നമ്മോട് കേക്കട്ടാ. അത് സത്യസന്ധമായിട്ട് പറയാലോ. ഈ കയറി താമസമുള്ള മന്ത്രം എനിക്ക് അറിയാൻ പാടില്ല. 28 മന്ത്രം ചൊല്ലിയാൽ മതിയോ? അപ്പൊ കയറി താമസത്തിന് 28 മന്ത്രം കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ 28 മന്ത്രം നിൽക്കണം. അതും കൂടെ നമ്മൾ കേക്കട്ടെങ്കിൽ 28 മന്ത്രം ചൊല്ലാം ശരിയായിട്ട്. അതും യവനപ്പോ ഉള്ളവരാണ് ഈ നല്ല മന്ത്രവാദിയെ പറഞ്ഞു ഉറപ്പിക്കണം. അത് ഇനിയിപ്പോ സമയമില്ലെന്നേ. പാല് കാച്ചാന്നുള്ള ചടങ്ങ് ഇനിയിപ്പം ഒട്ടും താമസിക്കണില്ല. നിങ്ങൾ അങ്ങ് പാല് കാച്ചി ഞങ്ങൾ അങ്ങ് ഇറങ്ങാം. പൈസയുടെ ബാലൻസ് ഒന്നും ഇല്ലല്ലോ. ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ, സന്തോഷം. അയ്യോ അങ്ങനെയല്ല, ചടങ്ങ് കഴിഞ്ഞിട്ട് പോകും. അല്ല ചടങ്ങ് കാര്യങ്ങളെ നടക്കട്ടെ. പാല് കാച്ചി നിങ്ങൾ ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം 40 ലക്ഷം രൂപ ബഡ്ജറ്റ് 28 ലക്ഷം രൂപ തീർത്ത് വന്നു. പിന്നെ പോകുമ്പോ ഇവിടെ നിങ്ങൾ പണിസാധനങ്ങൾ എല്ലാം എടുത്തു. എല്ലാം എടുത്തിട്ടാ വണ്ടി കയറ്റിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ ഒരു സാധനം ഇവിടെ ഇട്ടിട്ട് പോകാൻ പാടില്ല. ഇത് കണ്ടോ, ഈ സംശയം വാർത്തിരിക്കുന്ന ഈ മുളം കുറ്റി, ആ അടുക്കി വെച്ചിരിക്കുന്ന പലകള്, ഈ വീടിന് ചുറ്റുമുണ്ട് സംശയം മുഴുവൻ മുളകുറ്റി കുത്തി വെച്ചേക്കോ. അതെടുത്തോണ്ട് പൊക്കോ. എടുത്തോ, അത് നിങ്ങൾ എടുത്തോളാനേ. അല്ല, നിങ്ങൾ സാധനം നിങ്ങൾ എടുത്തോ. അല്ല കുഴപ്പമില്ല, നിങ്ങൾ എടുത്ത് കളഞ്ഞില്ല, ഞാൻ എടുത്ത് കളയുവേ. കളയല്ലേ? ദൈവത്തോടത്തോട്ട് കളയരുത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സൺഷെയ്ഡ് വാർത്ത സമയത്ത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് കമ്പി ഇട്ട് വാർത്തോന്നൊരു സംശയം.